നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് പട്ടണത്തിൽ മാൻഹോളിൽ ഒരാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചാടിയ ഒരു ചെറുപ്പക്കാരൻ, ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ മരിച്ചുപോയി. പേരറിയോ ആരെയെങ്കിലും? നൗഷാദ്. പറഞ്ഞ ഉത്തരം ശരിയാണ്, നൗഷാദ്. അപ്പോൾ നൗഷാദ് മരിച്ചപ്പോൾ കേരളം ഒന്നടങ്കം ദുഃഖിച്ചു. കാരണം നൗഷാദിൻ്റെ താല്പര്യത്തിന് വേണ്ടിയല്ല, ആരാണെന്നൊന്നും അറിയാതെ, ഒരു ജാതിയോ മതമോ ഒന്നും അറിയാതെ ഒരു മനുഷ്യൻ മാൻഹോളിൽ അകപ്പെട്ടപ്പോൾ രക്ഷിക്കാൻ വേണ്ടി ചാടിയ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ഈ പറയുന്ന നൗഷാദ്. നൗഷാദ് മരിച്ചത് കേരളം ദുഃഖത്തോടു കൂടിയാണ് കണ്ടത്. നമ്മളെല്ലാം ദുഃഖിച്ചിട്ടേ ഉള്ളൂ. എന്നാൽ ശാസ്ത്രലോകത്ത് പിച്ചവെച്ച് വരുന്ന അവിടെ കുറ്റിപ്പുറം എഞ്ചിനീയറിംഗ് കോളേജിലെ 4 കുട്ടികൾ, 4 ആളും പാലക്കാടുകാരാണ്. 4 കുട്ടികൾ അവിടെ പഠിക്കുന്നവരാണ്. ആ 4 ആളും ഇങ്ങനെ ഈ ലോകത്തിൻ്റെ വിവിധ മേഖലയിലെ മാൻഹോളിൽ വീണ്, അഴുക്കുചാലിൽ വീണ് മരിക്കുന്ന മനുഷ്യൻ്റെ ചിത്രത്തെ നമുക്ക് എങ്ങനെയാണ് മാറ്റാനാവുക എന്നവർ ആലോചിച്ചു. അവർ 4 ആളും ചേർന്ന് ഒരു പദ്ധതി തയ്യാറാക്കി. റോബോട്ടിക് സിസ്റ്റം. മനുഷ്യനിറങ്ങണ്ട, അതിന് പകരം റോബോട്ടിക്കിനെ ഉണ്ടാക്കുക. അവരിത് ഉണ്ടാക്കി. എന്നിട്ട് ഗവൺമെൻറ്റിനോട് പറഞ്ഞു, ഗവൺമെൻറ് സ്റ്റാർട്ടപ്പ് മിഷൻ, നമ്മൾ 15,000 സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടിയുള്ളൊരു മിഷൻ രൂപീകരിച്ചിട്ടുണ്ട്. ആ പ്രവർത്തനം സജീവമായി നടക്കുകയാണ്. അവരെ സമീപിച്ചു. അവർ വാട്ടർ അതോറിറ്റിയെ ചുമതലപ്പെടുത്തി. വ്യാവസായികാടിസ്ഥാനത്തിൽ റോബോട്ടിക്കുകളെ ഉണ്ടാക്കാൻ തുടങ്ങി. ആമയിഴഞ്ചാൻ ചാൽ എന്ന് പറയുന്ന ഒരു ചാലുണ്ട്, അഴുക്ക് ചാലാണ്. എവിടെയാ? തിരുവനന്തപുരത്ത്. അവിടെ ഇപ്പോൾ ഈ റോബോട്ടിക്കിനാണ് ഉപയോഗിച്ച് ഈ പഴുക്ക് ചാല് വൃത്തിയാക്കുന്നത്. ഇന്ത്യയിലെ 22 സംസ്ഥാനങ്ങളിൽ നിന്ന് അവർക്ക് ഓർഡർ വന്നു. ലോകം അവരെ ആദരിക്കുന്ന നിലയിലേക്ക് എത്തി. ഒരു പുതിയ കണ്ടെത്തലിന്റെ ഭാഗമായി ഈ 4 കുട്ടികളെ ആദരിച്ചു. ലോകത്തിന്റെ വിവിധ മേഖലയിൽ നിന്ന് അവരുടെ സംരംഭത്തിൽ പങ്കുചേരാൻ ആളുകൾ വന്നു. തൃത്താലക്കാരനാണല്ലേ, അവിടെയാണ് പറയണത്. തൃത്താലക്കാരനാണ്. ഈ 4 പേരുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ ചെറിയ കുട്ടികൾ, ചെറുപ്പക്കാർ എത്ര കൗതുകപൂർവമായ കണ്ടെത്തലുകളാണ് നടത്തുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ആ സംരംഭത്തിൻ്റെ ഭാഗമായി 4 ആളുകൾ തുടങ്ങിയിട്ട് ഇപ്പോഴും 400 ആളുകൾ ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്ന് അവരെ തേടി വരികയാണ്, ഓർഡറും വരികയാണ്. അവരതിന് പുതിയ പേര്, പുതിയ തലമുറയുടെ പ്രതിനിധീകരിച്ചുകൊണ്ടൊരു പേരും കൊടുത്തു. അങ്ങനെ നിരവധിയായ സംരംഭ പ്രവർത്തകർ കേരളത്തിൽ ലോകത്തിന് മാതൃകയായിട്ടുണ്ട്.